ഇപ്പോൾ മലയാളികൾ മാത്രമല്ല പല രാജ്യക്കാരുണ്ടല്ലോ. അപ്പോൾ അവരിലേക്കൊക്കെ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ എത്തിക്കാനും എങ്ങനെ അതിന് സാധിക്കും? ഇപ്പോൾ കൂടുതൽ എളുപ്പമാവുന്നുണ്ടാവും ഗവൺമെന്റിന്റെ സഹകരണം കൂടെ. ഗവൺമെന്റ് കമ്പൽസറി വരുന്നത് ഇതിനൊക്കെ ഇപ്പം ഞാനിപ്പം ഫിലിപ്പൈൻ അംബാസിഡറുമായിട്ടും കൗൺസിൽ ജനറലുമായിട്ടൊക്കെ ഞാൻ ചർച്ച ചെയ്തിരുന്നു. പിന്നെ പാകിസ്ഥാന് പിന്നെ കൗൺസിൽ ജനറലുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. കാരണം അവരുടെ കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഇതിലൊരു നമ്മളിപ്പോൾ ഒരു 80% പോപ്പുലേഷൻ എന്ന് പറയുന്നത് വരുമാനം കുറഞ്ഞവർ തന്നെയാണ്. അപ്പോൾ അത് വെദർ ഇറ്റ് ഈസ് എ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോട്ടെ വന്നോട്ടെ ബാച്ചിലർ ആയിക്കോട്ടെ, അപ്പോൾ ഇവർക്കൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമ്പോൾ ഇതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഈ ഒരു കോൺസെപ്റ്റ് നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് ഗവൺമെൻറ് മുമ്പിലേക്ക് വരുമ്പോൾ അത് എല്ലാവർക്കും ഈ സൗകര്യം കിട്ടുന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, പക്ഷേ ഏത് സ്ഥാപനത്തിലും എല്ലാ നാട്ടുകാരുമുണ്ട്. അവർക്കെല്ലാം തന്നെ ഇതൊരു വലിയൊരു അനുഗ്രഹമായി മാറി തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കിടന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇൻഷുറൻസ് കവറേജിൻ്റെ കീഴിൽ വരികയുള്ളൂ. പക്ഷേ ദുബായിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലല്ലോ. അതിപ്പോൾ നിങ്ങൾ പറയുന്നത് അതായത് ഇൻ പേഷ്യൻ്റ് ഫെസിലിറ്റി എന്ന് പറയും. അതായത് 24 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി ഒന്ന് ആക്സിഡൻ്റ് ആവുക, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഇൻപേഷ്യൻ്റ് ആവുക. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും വൈഡായിട്ട് കവർ ചെയ്ത് വരുന്നത്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് വെളിയിലുള്ള രാജ്യത്തിലുള്ള ഇൻഷുറൻസ് കമ്പനിയും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ നടപ്പിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപേഷ്യൻ്റ് ഫെസിലിറ്റി മാത്രമാണ്. ഇപ്പോൾ അടുത്ത സമയത്ത് ഔട്ട് പേഷ്യൻറ്റും കൂടി, അതായത് ഡെയിലി നമ്മളുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രോഗങ്ങൾക്ക് കൂടി അത് ഇപ്പോൾ അടുത്ത സമയത്ത് പല ഇൻഷുറൻസ് കമ്പനികളും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് നേരത്തെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു കൺട്രോൾ മെക്കാനിസം ഇല്ല ഔട്ട് പേഷ്യൻ്റ് സർവീസിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ഡോക്ടേഴ്സ് എല്ലാവർക്കും അവരവരുടെ വില്ലേജിൽ അവരവരുടെ നാടുകളിലും ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയ രീതിയിൽ അഫോർഡബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇൻപേഷ്യൻറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അത് ഏത് സർജറിയാണ് വരുന്നത്, എത്രത്തോളം അസുഖത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ അത് എനിക്ക് തോന്നുന്നു അതിപ്പം അഫോർഡബിൾ എത്ര പേർക്കുണ്ടെന്നുള്ള ചോദ്യം വരുമ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പോകുന്നത് അതിന് മാത്രമാണ് കോൺസെപ്റ്റ്. പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ ഔട്ട് പേഷ്യൻ്റ് പല കോർപ്പറേറ്റ്സുകളും ഞങ്ങൾ ജോലിക്കാർക്ക് ഞങ്ങൾ അവിടെ നടപ്പിലാക്കിയതുപോലെ തന്നെ ഇവിടെ പല സിറ്റികളിലും അവർ 10 ഹോസ്പിറ്റൽ 20 ഹോസ്പിറ്റലിൽ ഒക്കെ അതിൻ്റെ നെറ്റ്വർക്കിലേക്കിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്ന രീതിയിൽ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ, ബോംബെയിൽ, ഈ മെഡ്രാസിലൊക്കെ തന്നെ ഈ പദ്ധതി ഔട്ട് പേഷ്യൻ്റ് സർവീസും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ ഇപ്പോൾ നമ്മളൊരു ക്ലെയിമിന് കൊടുത്താലും ഒരുപാട് ഒരു ചെറിയ അതിൻ്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ ഒരു ചെറിയ കാര്യം മതിയാവും, മിക്കവാറും നമുക്കത് ലഭിക്കുകയില്ല. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പരാതികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. ഇതിന് പരിഹരിക്കുന്നതിനായി പ്രത്യേക സെല്ലുകളൊക്കെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദുബായിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇങ്ങനെ? ഇതിനകത്ത് നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തി പറയുന്നു, ഞാൻ ഇൻഷുറൻസ് എടുത്തു പക്ഷേ ഞാൻ ക്ലെയിംസിന് പോയപ്പോൾ അത് റിജക്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് ഒരു പരിധി വരെ ആ ക്ലെയിംസിൻ്റെ ടേബിൾ ഓഫ് ബെനിഫിറ്റ്സ് അത് നന്നായി മനസ്സിലാക്കിയാൽ പലപ്പോഴും നമ്മൾക്കൊരു 19% നമുക്ക് ഈ കുറ്റം പറയലും ഒക്കെ കുറയ്ക്കാം. ഇതിനകത്ത് എല്ലാം തന്നെ കവർ ചെയ്യുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിൽ ടേബിൾ ഓഫ് ബെനിഫിറ്റ്സ് തന്നിട്ടുള്ളത് മാത്രമായിരിക്കും. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഇന്നതൊക്കെ ഞങ്ങൾ കവർ ചെയ്യുന്നില്ല. ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ ഡെൻറ്റൽ അസുഖമായിട്ട് വന്നാൽ അത് കവർ ചെയ്യില്ല. ഈ ചിലപ്പോൾ ഐയുമായിട്ട് കവർ ചെയ്യില്ല. മറ്റുള്ള സംഭവങ്ങളൊക്കെ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ക്രോണിക് ഞങ്ങൾ ഇത്രേ കവർ ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കവറേജ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 10,000 ആയിരിക്കും നിങ്ങൾക്ക് ക്രോണിക് ഡിസീസുമായിട്ട്. ഇപ്പോൾ ക്രോണിക് ഡിസീസ് കവർ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പം 6 മാസം 7 മാസം ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ആവശ്യം കൊണ്ട് എല്ലാ മാസവും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അത്രയും പൈസ കവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 7 മാസം 8 മാസം ആകുമ്പോൾ അവർ നിങ്ങളെ കവറേജ് ടൈം നിങ്ങളുടെ കവറേജ് ഏരിയ ഇതായി കഴിഞ്ഞു, ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തം പൈസ കൊടുക്കണം. ഇവിടേക്കാണ് ഈ തകരാറുകൾ വരുന്നത്. പിന്നെ പലപ്പോഴും ഈ മെഡിക്കൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അല്ല, മെഡിക്കൽ ഇൻഷുറൻസ് പ്രത്യേകിച്ച് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡേ ടു ഡേ ആവശ്യങ്ങൾക്കുള്ള രോഗം വന്നതുകൊണ്ട് അതിന് ചികിത്സ ചെയ്യുക, അല്ല ഉണ്ടാക്കിയ രോഗങ്ങൾക്ക് ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവർ തന്നെ പേ ചെയ്യേണ്ടി വരും. ഡോക്ടർ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഏതൊരു പേഷ്യൻ്റ് വന്നാലും ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇൻഷുറൻസ് കാർഡുമായിട്ട് പോകുന്ന സമയത്ത്
അതിനകത്ത് കുറേ എക്സ്ക്ലൂഷൻ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്റ്റിക്കലൊന്നും ഐ ടെസ്റ്റിംഗ് പാടില്ല. ഇപ്പോൾ ഒരാൾ പോയി എന്നോട് പറയുന്നു എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് ഡോക്ടർ എനിക്ക് വീക്ക്നെസ്സാണ്, എന്നെ ഒന്ന് ഫുള്ളായിട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു അഷ്യൂറൻസ് കൊടുക്കുന്നതാണ് ഇൻഷുറൻസ്. അപ്പോൾ അത് പലരും എന്താ വെച്ചാൽ ഞാൻ പൈസ കൊടുത്തില്ലേ, എന്തുകൊണ്ട് എനിക്ക് ഇത് തന്നുകൂടാ, എനിക്ക് വീക്ക്നെസ് ആയിട്ടുള്ളപ്പോൾ ഞാൻ പറയാം തല ചുറ്റുന്നു പറഞ്ഞില്ലേ എന്ന് പറയും. തല ചുറ്റുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധാരണ കാരണങ്ങളായിരിക്കും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 ദിവസം ഉറക്കമില്ലാത്ത ആൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അതിനുവേണ്ടി പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡിസീസായിട്ടൊന്നും എഴുതി കുറിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഡോക്ടർ സീറ്റ് ചെയ്യും. കാരണം ഒരു ക്ഷീണം പറഞ്ഞ് വരുന്ന ഒരാൾക്ക് ഒരു വൈറ്റമിൻസ് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരിതാണ്. ഇല്ലെങ്കിൽ നല്ല ഉപദേശം കൊടുത്തു വിടും. എന്തായാലും അവിടെ പോയിട്ട് അത് ക്ലെയിംസ് വന്നു കഴിഞ്ഞാൽ അത് ക്ലെയിംസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ല. അത് രോഗമായിരിക്കണം, രോഗത്തിൻ്റെ ആവശ്യം വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അവിടെ എന്ന് വെച്ചാൽ ഈ റെഗുലേറ്റർ വന്നിട്ടുണ്ട്. റെഗുലേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊരു ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയാണ്. അപ്പോൾ ആ അതോറിറ്റി വന്ന് ഇതിനൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ ഓഫ് ബെനിഫിറ്റ്സ് ഇൻഷുറൻസ് കമ്പനി നൽകുന്നതിന് മുമ്പേ അവർക്കറിയാം ഇത് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, എത്ര കവറേജ് ഉണ്ട് എന്നുള്ളത് സബ്മിറ്റ് ചെയ്ത് സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ ഒരു വ്യക്തിയോ ഒരു കോർപ്പറേറ്റോ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഈ അതോറിറ്റിയിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷൻ മേടിക്കണം ഈ ഇൻഷുറൻസ് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ബേസ് എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ അഡ്മിനിസ്ട്രേഷനാണ്. ഞങ്ങളെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്ന ടേബിൾ ഓഫ് ബെനിഫിറ്റ്സിനെ നോക്കുകയും അതിൽ അവകാശമുള്ളത് കൊടുക്കുകയും അത് അവകാശമില്ലാത്ത കാര്യങ്ങൾ അവർ അന്യായമായിട്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് ആവശ്യം. ഈ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കുറ്റങ്ങളൊക്കെ കുറേ കുറയും. പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ വിഷയം ഒരു കിറ്റ് പോലെ ഒരു സാധനം തരും. കാർഡിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മളെ വിഷയം. അതിന് ശേഷം നമ്മളെ ഇമാജിനറിയിലുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടും. പകരം ഇത് വായിച്ച് മനസ്സിലാക്കി പോവുകയെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റും വരില്ല. കാരണം ഇപ്പം ഞാനിതൊക്കെയാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല, ഞാൻ പൈസ കൊടുത്തില്ല. വായിച്ച് മനസ്സിലാക്കാൻ പലരും നമ്മൾ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ചില ബാങ്കുകളിലൊക്കെ പോയിട്ട് ലോണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം കുറേ പേപ്പറുകളിൽ ഒപ്പിടണം. ആ ഒപ്പിടുന്നതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുകയെന്നുണ്ടെങ്കിൽ 2-3 ദിവസം എടുക്കും. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്താണ്. ആ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ ഈ എതിർപ്പ് പറയാൻ വേണ്ടി പോകുമ്പോൾ വായിച്ചു നോക്കിയ ഒരാളും എതിർക്കാൻ പോവില്ല. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് എന്തൊക്കെ നൽകുന്നു എന്നുള്ള വിഷയങ്ങൾ നന്നാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻസൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്.